കോയമ്പത്തൂരിലെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. എനിക്കിപ്പോൾ ഏകദേശം 26 വയസ്സുണ്ട്. എന്റെ പേരാണെന്നുണ്ടെങ്കിൽ അംജിത്ത്. ഞാൻ കുറെ കാലം വീട്ടിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ പഠനവും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട്, ഏകദേശം പറഞ്ഞു വന്നാൽ 1-2 വർഷങ്ങളായിട്ട് വീടുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും ഇല്ല. പിന്നെ ഫോണിൽ കൂടെയുള്ള കോണ്ടാക്ട്സ് അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വീട്ടിലെത്തിയ സമയം ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ഞാൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കടപ്പുറം ആകെ വിജനമായിട്ട് കിടക്കുകയായിരുന്നു. ഒരു കടപ്പുറത്തെ ചെറിയൊരു പ്രദേശമാണ് എന്റേത്. അവിടെ ചെറിയൊരു ഓടിട്ട വീട്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജോലി. പിന്നെ അമ്മച്ചിക്കാണെന്നുണ്ടെങ്കിൽ അധികം ജോലിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു പെങ്ങളുട്ടിയുണ്ട്, ആളെ കെട്ടിച്ചയച്ചേക്കാണ്. എന്നേക്കാൾ മൂത്ത ആളായതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് വളരെയധികം ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം കാണിക്കുമായിരുന്നു. ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മച്ചി വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഉഴുതു മറിക്കാണ് അമ്മച്ചി. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഉണക്കമീനാണെന്നുണ്ടെങ്കിൽ ഇട്ടേക്കുന്നു ഉണങ്ങാനായിട്ട്. അത് വീണ്ടും വാടി കിട്ടിയിട്ട് വേണം അത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനൊക്കെ ആയിട്ട്. അതൊക്കെ തന്നെയായിരുന്നു അമ്മച്ചിയുടെ പ്രധാനമായിട്ടുള്ള വിനോദ പരിപാടികളും കാര്യങ്ങളൊക്കെ. ഞാൻ അമ്മച്ചിയെ ഒന്ന് കണ്ടതിന് ശേഷം വീട്ടിനകത്തേക്ക് കയറിയപ്പോഴാണ് അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്ത മറ്റൊരാള്. അത് എന്റെ ചേച്ചിയുടെ കൂട്ടുകാരിയായിരുന്നു. ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്റെ വീട്ടിലാണ് താമസിക്കുന്നതൊക്കെ. ഞാൻ ചെല്ലുമ്പോൾ ഒരു മഞ്ഞ കളർ ചുരിദാർ ഇട്ടിട്ടാണ് ചേച്ചി അവിടെ നിൽക്കുന്നത്. ചേച്ചിയുടെ പേര് അപർണ എന്നാണ്. എന്നേക്കാൾ ഏകദേശം ഒരു 4-5 വയസ്സിന് മൂത്തതാണ് അപർണ ചേച്ചി. ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ്, പക്ഷെ എന്റെ വീട്ടിൽ എന്തിനാ വന്നിരിക്കുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയുണ്ടായിരുന്നില്ല. ഞാൻ കണ്ട സമയത്ത് തന്നെ ചോദിച്ചു, കുറെ കാലം കഴിഞ്ഞ് കണ്ടതാണല്ലോ, എന്താണ് വിശേഷിച്ചൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോ അപർണ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോ ഇവിടെയാണ് താമസവും കാര്യങ്ങളൊക്കെ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷം അപർണ ചേച്ചി എന്റെ വീട്ടിൽ എന്തിനാണ് താമസിക്കുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയില്ലായിരുന്നു. പക്ഷേ നേരിട്ട് ചോദിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനന്ന് പുഞ്ചിരിച്ചതിന് ശേഷം നേരെ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ശേഷം അമ്മച്ചിയുടെ അടുത്ത് പതുക്കെ ചെന്ന് ചോദിച്ചു, എന്തിനാണ് അപർണ ചേച്ചി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത്? അവരെന്താ അവരുടെ വീട്ടിൽ പോവാത്തെ? കല്യാണം കഴിഞ്ഞ് വിട്ടതല്ലേ, പിന്നെന്താ പ്രശ്നം? ആ സമയം അമ്മച്ചി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെ കല്യാണം കഴിഞ്ഞൊക്കെ വിട്ടതാണ്, പക്ഷേ ഭർത്താവുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ നിന്റെ ചേച്ചി തന്നെയാ പറഞ്ഞത് അവളെ കുറച്ചുനാള് ഇവിടെ നിൽക്കാൻ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാവുന്നിടം വരെ. അത് പറഞ്ഞുകൊണ്ട് അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു ഉണക്കമീൻ വീണ്ടും ഒന്ന് വലിച്ചിട്ടു. ഞാനാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോ ഞാനൊന്ന് ചിരിച്ചു. അപർണ ചേച്ചിയും ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. ഉണക്കമീൻ അങ്ങനെ വരട്ടിയിടുന്ന സമയത്ത് അപർണ ചേച്ചി അമ്മയൊന്ന് സഹായിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം ഞാൻ അപർണ ചേച്ചിയെ ഇങ്ങനെ നോക്കി നിന്നു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു കടൽ മണ്ണിൽ മുട്ടുകുത്തിയിരുന്നതിന് ശേഷം നേരെ ആ ഒരു ഉണക്കമീനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുകയാണ്. അപ്പോൾ തന്നെ അമ്മച്ചി ഒരു ക്ലാസ് കൊടുത്തു, മോളെ ഇങ്ങനെയല്ല, ദേ ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അപർണ ചേച്ചി മുട്ടിൽ തന്നെ കിടന്നുകൊണ്ട് നേരെ അമ്മ പറഞ്ഞതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അപർണ ചേച്ചിയെ അങ്ങനെ നോക്കി നിന്നു. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, അമ്മച്ചി കുറച്ചൊക്കെ കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് തോന്നിപ്പോയി. കാരണം ചേച്ചി ഉണ്ടാകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചേച്ചിക്കും ഇതേ കണക്കുള്ള ജോലികളും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അപർണ ചേച്ചിയെ ഒന്ന് ഏൽപ്പിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നേരെ അമ്മച്ചി അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഞാനും അപർണ ചേച്ചിയും മാത്രമായിരുന്നു ആ കടൽ മണ്ണിൽ ആ വെയിലത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ചെറിയ വെയിലും കാര്യങ്ങളാണ്, ഏകദേശം 3 മണി ആയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഉച്ച വെയിൽ കൊണ്ടുകൊണ്ട് ഞാനും അപർണ ചേച്ചിയും ആ ഒരു മണ്ണിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. അപർണ ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കണമെന്ന് തോന്നി. മറ്റൊന്നും ആയിരുന്നില്ല, ഞാനും നേരെ ആ ഒരു അപർണ ചേച്ചി ഇരിക്കുന്ന ആ ഒരു മോഡലിൽ തന്നെ ഇരുന്നു, കാലിൽ മുട്ടുകുത്തി കാല് നീട്ടി വെച്ചുകൊണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി എന്നെ ഒന്ന് പറഞ്ഞു, ഞാൻ ചെയ്തോളാം, നീ പൊക്കോളൂ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാലോ എന്ന് കരഞ്ഞതിന് ശേഷമാണ് ഞാനും അതേ രീതിയിൽ തന്നെ ഇരുന്നു. ഞാൻ ഇരിക്കുന്ന സമയത്തും അപർണ ചേച്ചി വീണ്ടും പറഞ്ഞു, എടാ ഉണക്കമീനാണെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലാവണ്ട, അത് നാറ്റമാവും എന്നില്ല അപർണ ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനും അപർണ ചേച്ചിയും കൂടെ കണ്ണും കണ്ടും നോക്കിയിട്ട് ആ ഒരു
ഉണക്കമീനും കാര്യങ്ങളൊക്കെ വരട്ടിയിടുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ തന്നെ ചെറിയ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ അപർണ ചേച്ചിയെ നോക്കി. കഴുത്തിൽ ഒരു സ്വർണ്ണമാല കിടപ്പുണ്ട്. അത് താലിമാലയാണെന്ന് എനിക്ക് തോന്നിപ്പോയി, വേറെ ഒന്നും ആയിരുന്നില്ല. ചില സമയത്ത് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ കഴുത്തിൽ കിടക്കുന്ന താലിമാല നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ആ ഒരു ഉണക്കമീൻ മുഴുവനായിട്ട് ഞങ്ങൾ അവിടെ വിരിച്ച് വിതറിയിട്ടതിന് ശേഷം രണ്ടുപേരും കൂടെ ഒരു സംസാരവും പിന്നെ ഒരു കളിയും ചിരിയുമായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അകത്ത് അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ നേരെ മീൻ പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയേക്കാണ്. അതുകൊണ്ട് അപ്പച്ചന്റെ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ അകത്തുണ്ടായിരുന്നില്ല. ചെറിയൊരു വീടായത് കൊണ്ട് തന്നെ ഏകദേശം 2 റൂമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പിന്നെ ബാത്റൂം ആണെങ്കിൽ പുറത്താണ്. അകത്ത് ബാത്റൂം പണിയാൻ പറ്റില്ല, കാരണം അത്രത്തോളം ചെറിയ വീടാണത്. അപ്പച്ചനും അമ്മച്ചിയും ഒരു റൂമിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ മറ്റേ റൂമിലാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി കൊടുത്തേക്കാണ്. അപർണ ചേച്ചി വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനായിരുന്നു ആ റൂമിൽ താമസിക്കേണ്ടിരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ സിസ്റ്റർ താമസിച്ചേനെ. അങ്ങനെയായിരുന്നു ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയും ഞാനും ഒരേ റൂമിൽ തന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അത് എന്റെ റൂമായത് കൊണ്ട് തന്നെ ഞാൻ അവിടേക്കൊന്ന് കയറി. എന്റെ ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഒരു മൂലയിലേക്ക് ഒതുക്കി വെച്ചു. പെട്ടെന്ന് അലമാര തുറന്നു നോക്കിയപ്പോൾ മൊത്തം അപർണശ്ശിയുടെ ഓരോ ഡ്രസ്സായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതിൽ എല്ലാ തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭ്രാന്ത് പിടിച്ചു പോയി. കാരണം ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെയാണ്. അപർണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാം വാരി വലിച്ചിട്ടേക്കുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കംഫർട്ട് അല്ലാത്ത ഒരു ഫീലൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരിടത്തായിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു അപർണ ചേച്ചി അങ്ങോട്ട് കയറി വന്നത്. എന്താടാ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് ചേച്ചി, അതൊന്ന് ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ ഡ്രസ്സും കൂടെ എടുത്ത് വെക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപർണ ചേച്ചിയുടെ അടുത്ത് പറയുമ്പം, അതിനെന്താ, നീയല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം അപർണ ചേച്ചി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയുടെ കഴുകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനതെടുത്ത് മടക്കാൻ തുടങ്ങിയ സമയത്ത്, അതൊന്നും എടുക്കണ്ട, അത് കഴുകാനുള്ള ഡ്രസ്സാണ് എന്ന് പറഞ്ഞു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ കഴുകാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ, അയ്യോ അത് വേണ്ട, ഞാൻ ചെയ്തോളാം, ഹെൽപ്പും കാര്യങ്ങളൊന്നും വേണ്ട, നീയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഹെൽപ്പ് ചെയ്തില്ലേ, അത് മതി എന്ന് മാത്രം അപർണ ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് കയറിയതിനു ശേഷം അപർണ ചേച്ചി നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഇവിടെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട കേട്ടോ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ, ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ആർക്കും ഹെൽപ്പ് ചെയ്യാത്ത ഒരാളാണ്, പിന്നെ ചേച്ചിക്ക് ആയതുകൊണ്ട് മാത്രം ഹെൽപ്പ് ചെയ്യാൻ എന്നാണ് പറഞ്ഞത് എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അപർണ ചേച്ചി എന്റെ തോളിൽ ഒരൊറ്റയടി അടിച്ചു. ശേഷം പറഞ്ഞു, നീ ഹെൽപ്പ് ചെയ്തോ, എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് കേൾക്കില്ലെങ്കിൽ നീ ചെയ്തു തന്നോളൂ എന്ന് മാത്രമായിരുന്നു അപർണ ചേച്ചിയുടെ ബാക്കിയുള്ള മറുപടി. അങ്ങനെ അപർണ ചേച്ചിയുടെ മുഷിഞ്ഞ ആ ഒരു തുണിയെല്ലാം ഞാനൊരു കവറിലേക്ക് മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു, ഞാനിതെല്ലാം കഴുകിക്കൊണ്ട് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അപർണ ചേച്ചി പറഞ്ഞു, വേണോ, ഞാൻ തന്നെ കഴുകിക്കോട്ടെ എന്നായിരുന്നു അപർണ ചേച്ചിയുടെ തിരിച്ചുള്ള മറുപടി. അങ്ങനെ ഞാനും അപർണ ചേച്ചിയും കൂടെ നേരെ അപർണ ചേച്ചിയുടെയും എന്റെ ആ ഒരു മുഷിച്ച തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് പോയി. ആ ടൈമിൽ വാഷിംഗ് മെഷീൻ പോലും എന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. നേരെ ഒരു ചെറിയ കല്ല് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ കുറച്ച് ദൂരം നടക്കണം. അതായത് ആ ഒരു വാഷ്റൂം കിടക്കുന്ന ആ ഒരു ഏരിയ വരെ, അതാണെന്നുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് ദൂരമുണ്ട്. വെള്ളം കോരി കൊണ്ടുവരാൻ അതൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് 3 ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വെച്ചു. അതാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴുകാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഹെൽപ്പായിട്ട് അപർണ ചേച്ചിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയുടെ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തു വെച്ചു. ഞാനാണെങ്കിൽ സോപ്പ് പതപ്പിച്ചുകൊണ്ട് നേരെ ഓരോ തുണികളും അപർണ ചേച്ചിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിക്ക് ബക്കറ്റിൽ മുക്കി കഴുകാനായിരുന്നു തിടുക്കം. ഞാനാണെങ്കിൽ സോപ്പിട്ട് കൊടുക്കണം. അപർണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ ബക്കറ്റിൽ മുക്കി അത് അടുത്ത ബക്കറ്റിൽ മുക്കി നേരെ പിഴിഞ്ഞ് വേറൊരു ബക്കറ്റിലാക്കി വെക്കുക. അതായിരുന്നു ഞങ്ങളുടെ ജോലി. ആ ടൈമിൽ ഞാൻ ഓരോ സമയത്തും കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ അപർണ ചേച്ചിയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള തോന്നിയ കാര്യം,
അപർണ ചേച്ചി ഇടുന്ന ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളാണ്. അപ്പൊ തന്നെ ഞാൻ അപർണ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കുറച്ച് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അതാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് കംഫർട്ടായിരിക്കും. ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പള്ളിയിലെ ചെന്റെ ലോഹം പോലെ ഉണ്ട് എന്ന് ഞാൻ കളയെ കൊണ്ട് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി പറഞ്ഞു, ഇത് വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചു തന്നാണ്, പിന്നെ ഇങ്ങനെയൊക്കെ ലൈഫായി പോയി, അത് തന്നെയാണോ എന്ന് മാത്രമായിരുന്നു അപർണ ചേച്ചിയുടെ മാത്രം മറുപടി. അങ്ങനെ ഒരു ചിരിയും കളിയുമായിട്ട് ഞങ്ങൾ ആ ഡ്രസ്സ് മുഴുവൻ വാഷ് ചെയ്ത് തീർന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപർണ ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു. ചേച്ചി എല്ലാ കാര്യങ്ങളും നല്ല ഉത്സാഹത്തോടാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടുപേർക്ക് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു കമ്പനി ചേരാൻ ഒരാളുണ്ടെങ്കിൽ ചേച്ചിക്കാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരാൾക്കാണെങ്കിൽ ശരി തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് ചെന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ വിളക്ക് വെക്കാനായിട്ട് റെഡിയാവാണ്. അപ്പൊ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാനും അപർണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അമ്മച്ചി എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി. അപ്പോൾ അപർണ ചേച്ചിയോട് പറഞ്ഞു, ആ ഒരു അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണേ മോളെ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. ആ ടൈമിൽ എനിക്ക് തോന്നിപ്പോയി അപർണ ചേച്ചിക്ക് ചെറിയ ചെറിയ പണികളൊക്കെ അമ്മച്ചി കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ കുറെ സമയമാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി അടുക്കളയിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഫോണിൽ നോക്കി ആ ഒരു ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. എന്റെ മുറിയിൽ ആകെ ഒരു ബെഡുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ താഴെ വേണം കിടക്കാൻ. അതേ നീ നിവർത്തിയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയായിരുന്നു. ഞാൻ പെട്ടെന്ന് നിന്ന് അമ്മച്ചിയോട് ചോദിച്ചു, ഞാനിനി എവിടെയാണ് കിടക്കുക? ഒന്നെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്ഥലമില്ലല്ലോ, പിന്നെ അപർണ ചേച്ചി ഇങ്ങോട്ടാക്കിയാലോ എന്ന് ചോദിച്ച സമയത്ത് അമ്മച്ചീനെ പറഞ്ഞു, അത് അവൾക്ക് താല്പര്യമൊന്നുമില്ലടാ ഇവിടെ വന്ന് കിടക്കാനൊക്കെ ആയിട്ട്. അവൾക്ക് ഒറ്റയ്ക്കായിട്ട് കിടക്കണം എന്നൊക്കെയാണ് നിർബന്ധം. അത് ഞാൻ ഒരുപാട് നിർബന്ധിച്ച് നോക്കിയ കാര്യങ്ങളൊക്കെയാണ്, ആള് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ തന്നെ ആലോചിച്ചു, ഇനി എന്താണ് ചെയ്യുക? വേറെ നിവർത്തിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി ആകെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുകിൽ ഞാൻ ആ ഹാളിൽ കിടക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി കിടക്കുന്ന തൊട്ടിപ്പുറത്ത് ചെറിയൊരു പായ വിരിച്ച് കിടക്കണം. അതായിരുന്നു ഞാൻ ആലോചിച്ചത്. എന്നെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അത്താഴവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ പാത്രം കഴുകി വെക്കാനായിട്ട് പോയി. പിന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് വേണമെന്ന് ചോദിക്കണമല്ലോ. അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കിടക്കുകയും ചെയ്തു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി പാത്രങ്ങളെല്ലാം കഴിവെച്ച് അടുക്കളയിൽ നിന്നും റൂമിന്റെ ആ സൈഡിലേക്ക് വന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ അപർണ ചേച്ചി എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കിടക്കുന്നില്ലേ, ഇങ്ങനെ ഉറങ്ങാതിരിക്കാണോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, അല്ല എവിടാ കിടക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സ്പേസും കാര്യങ്ങളും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അപർണ ചേച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നേ, ആ റൂമിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കിടന്നോളൂ, കുഴപ്പമില്ല, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇറങ്ങി കിടന്നോളാം എന്ന് അപർണ ചേച്ചി പറഞ്ഞു. അപ്പോ ഞാൻ തന്നെ പറഞ്ഞു, അത് നടക്കില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആതിഥ്യത്തെ ഭവ എന്നാണ്. ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ എന്തൊക്കെയായാലും താഴെ കിടത്തുന്ന ശീലം നമുക്കിവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമ്പോ, നീയല്ലേ നേരത്തെ പറഞ്ഞേ നമ്മൾ തമ്മിൽ അങ്ങനെ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ വേണ്ടാന്ന്, ഇപ്പോഴെന്താണ് എന്റെ കാര്യം വന്നപ്പോ ഒരു ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ എന്നായിരുന്നു അപർണ ചേച്ചിയുടെ ചോദ്യം. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി അത് ഞാൻ തന്നെ തിരിച്ചു പറഞ്ഞു, ചേച്ചിയുടെ കാര്യമല്ലേ, ചേച്ചി ഇപ്പം അതിഥിയല്ലേ, അപ്പോ അങ്ങനെ കണ്ടാൽ മതിയല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി നേരെ കട്ടിലേക്ക് കയറി കിടന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ അലമാരയുടെ മേളിൽ വെച്ചിരുന്ന ഒരു ചെറിയ ആ ഒരു ടവൽ പോലെയുള്ള ഒരു മെത്ത, ആ ടൈമിൽ ഞാൻ അത് വിരിച്ചിട്ടതിന് ശേഷം ഒരു ചെറിയ പില്ലോയും കാര്യങ്ങളും ഇട്ട് ഞാൻ അവിടെ ഇങ്ങനെ കിടന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് പോകണം, അതാണ് വേറെ വഴി. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 10 മണിയായപ്പോൾ വരെ ഫോണിങ്ങനെ തോണ്ടി കിടക്കായിരുന്നു. അപർണ ചേച്ചിയും ഫോണിൽ നോക്കി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നീ ഉറങ്ങിയില്ലേ, കിടന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കിടക്കാൻ പോകുന്നേ ഉള്ളൂ, ഞാൻ ഇച്ചിരി ലേറ്റ് ആവും, അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 മണി 2 മണി വരെയൊക്കെ ഫോണിൽ തോണ്ടി ഇങ്ങനെ കിടക്കും. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഉറക്കം പെട്ടെന്ന് ശരിയാവുന്നില്ല എന്നായിരുന്നു ഞാൻ അപർണ ചേച്ചിയോട് മറുപടി കൊടുത്തത്. നീ നേരത്തെ കിടന്നുറങ്ങിക്കോ, അല്ലാതെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല, ഇന്ന് നീ ഉറങ്ങിക്കാണത്തില്ലല്ലോ, രാവിലെയാണെന്നുണ്ടെങ്കിൽ വരുന്നത് കൊണ്ട് തന്നെ എന്നായിരുന്നു അപർണ ചേച്ചി പറഞ്ഞത്. അങ്ങനെ ഞാനൊന്ന് കണ്ണടച്ച് കിടന്നു. അപ്പൊ തന്നെ ഉറക്കവും കാര്യങ്ങളൊന്നും എനിക്ക് വന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോൾ അപർണ ചേച്ചി നേരെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു നോക്കി. അവിടെയാണെന്നുണ്ടെങ്കിൽ
മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. അപർണ ചേച്ചി പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് അപർണ ചേച്ചി എഴുന്നേറ്റതും അപർണ ചേച്ചിയുടെ കാല് എന്റെ കാലിന്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ തട്ടി. ആ ടൈമിൽ തന്നെ ഞാൻ കണ്ണു തുറന്ന് ഒന്നുകൂടെ നോക്കി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി എന്റെ ആ ഒരു അടുത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെയാണെന്നുണ്ടെങ്കിൽ തപ്പിപ്പതഞ്ഞ് അങ്ങനെ ആ ഒരു മുറിയുടെ വാതില് അപർണ ചേച്ചി ഇങ്ങനെ മെല്ലെ തുറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തോട്ടെന്തെങ്കിലും പോവുകയായിരിക്കും, എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളും വേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും പിന്നാലെ ഇറങ്ങി. അപ്പോൾ തന്നെ ഞാൻ പിന്നാലെ ഇറങ്ങുന്ന സമയത്ത് അപർണ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്തെങ്കിലും ഹെൽപ്പ് വേണോ, രാത്രിയിൽ പുറത്തിറങ്ങി പോകുന്നതല്ലേ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് അപർണ ചേച്ചി എന്നെ തിരിഞ്ഞു നോക്കി. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ സമയത്ത് എനിക്ക് നല്ല പേടി തോന്നി ആ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അപർണ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീയും വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ടോയ്ലറ്റിലും മറ്റോ വേണം പോകുന്നതായിരിക്കും, അതിനു വേണ്ടിയിട്ടായിരിക്കും എനിക്ക് കുട്ടീനെ വിളിച്ചെന്ന്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാനും അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. എനിക്കും നന്നായിട്ട് മൂത്രശങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്തൊക്കെയോ ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ് കിടന്നത്, വെള്ളം കുടിച്ചുകൊണ്ട് കിടന്നതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അപർണ ചേച്ചിക്കൊപ്പം കയറി നടന്നു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് മുറിയുടെ വാതിലും പിന്നെ വീടിന്റെ വാതിലും അടയ്ക്കാൻ പറഞ്ഞില്ല, രണ്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ അപർണ ചേച്ചിയുടെ കൂടെ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അപർണ ചേച്ചി ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആ ഒരു വാഷ്റൂമിൽ പോകുന്നതിന്റെ എന്തെങ്കിലും ടെൻഡൻസി കാര്യങ്ങളോ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ തിരമാലകൾ നിൽക്കുന്ന ഒരു പ്ലേസിൽ ഇങ്ങനെ എത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ അപർണ ചേച്ചി ആ ഒരു പൊതമണ്ണിലേക്ക് അങ്ങിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ ചോദിച്ചു, അതെ മാഷെ, എന്താ ഉദ്ദേശം, ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനാണ് ഉദ്ദേശം? ഞാൻ വിചാരിച്ചു ടോയ്ലറ്റിൽ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിച്ച് വന്നിരിക്കുന്നു. അപ്പൊ തന്നെ അപർണ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊട്ടച്ചക്ക, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇച്ചിരി തണുപ്പ് കിട്ടുന്നുണ്ട്, അവിടെയാണെന്നുണ്ടെങ്കിൽ മുറിയിൽ നല്ല ചൂടായോണ്ടാ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിരുന്നത്, ഇടയ്ക്ക് വന്ന് ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട് എന്നായിരുന്നു അപർണ ചേച്ചിയുടെ ആ ഒരു മറുപടി. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാനും അടുത്ത് വന്നിരുന്നു. നിനക്കിങ്ങനെ ഇരിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ സമയത്ത്, നീ എപ്പോഴും ഈ വീട്ടിൽ തന്നെയല്ലേ, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തത്, ഞാനിവിടെ പുറത്തുനിന്ന് വന്നായതുകൊണ്ടായിരിക്കും എനിക്ക് ബീച്ചിനോട് വല്ലാത്ത ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് അപർണ ചേച്ചി മറുപടി പറഞ്ഞു നിർത്തി. അപ്പൊ തന്നെയാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി ആ ഒരു കടലിനെ ഇങ്ങനെ നോക്കിയിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപർണ ചേച്ചി നോക്കി. അപ്പൊ തന്നെ അപർണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ലൈഫ് ഒരു ഡ്രാമയാണ് മോനെ എന്നാണ് അപർണ ചേച്ചി തിരിച്ച് മറുപടി പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചേച്ചി പിന്നെ ആ ഒരു ഭർത്താവുമായിട്ട് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപർണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് മിസ്റ്റേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ ആളുമായിട്ട് തീരെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ പോരുന്നത്, വീട്ടിലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതൊക്കെ കൊണ്ടാണ് എനിക്ക് വേറെ നിൽക്കാൻ ഇടവില്ലാത്തതുകൊണ്ട് അവളോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് എന്നായിരുന്നു അപർണ ചേച്ചി മറുപടി പറഞ്ഞത്. അപ്പൊ തന്നെ അപർണ ചേച്ചി എന്നോട് ഉപദേശം തരുന്നുണ്ടായിരുന്നു, കല്യാണമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി കല്യാണം കഴിക്കണം, ചില ആളുകൾ ഇങ്ങനെയാണ്, പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെയായിരുന്നു അപർണ ചേച്ചിയുടെ ഒരു വാദങ്ങളും കാര്യങ്ങളൊക്കെ. ഞാനതെല്ലാം ആ ഒരു കടപ്പുറത്ത് തന്നെ കേട്ടിരുന്നിങ്ങനെ ഇരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആരെങ്കിലും കണ്ണു നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് ചേർന്നിരുന്നു. ശേഷം അപർണ ചേച്ചി നല്ലപോലെ സമാധാനിപ്പിച്ചു, ചേച്ചി ലൈഫാകുമ്പം ഇങ്ങനെയൊക്കെയാണ്, നല്ലത് വരും പിന്നെ ബാഡ് വരും, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപർണ ചേച്ചി ഞാൻ സമാധാനിപ്പിക്കുന്ന ടൈമില് അപർണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു തിരമാലകളെ നോക്കിയിരുന്നു. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപർണ ചേച്ചി ചുമ്മാതല്ല ഇവിടെ വന്നിരിക്കുന്നത്, കുറെ കാലം കൂടി ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ കടലിനെ ആ ഒരു ആസ്വദിക്കാൻ ഞാൻ മറന്നിരിക്കുന്നു എന്ന് തന്നെ എനിക്ക് തോന്നി. അങ്ങനെ ഞാനും അപർണ ചേച്ചിയും കൂടെ ആ ഒരു കടലിന്റെ ആ തിരമാലകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ തിരമാലകൾ ഞങ്ങളുടെ കാലിൽ ഇങ്ങനെ തട്ടി തഴുകി പോകുന്നുണ്ടായിരുന്നു. ആ ഒരു തണുപ്പിലാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് രസമുണ്ടല്ലേ എന്നാണ് അപർണ ചേച്ചിയുടെ വാദം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇറങ്ങി അങ്ങോട്ട് ചാടി നിൽക്കണ്ട, കടൽ എങ്ങനെയാണ് എന്നാണ് ഞാൻ അപർണ ചേച്ചിയോട് തിരിച്ച് മറുപടി പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമാണെന്നുണ്ടെങ്കിൽ മുഖത്തോട് മുഖം നോക്കി കുറച്ച് സമയം ഇങ്ങനെ നിന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ നിലാവ് ഉദിക്കുന്നുണ്ടായിരുന്നു.
ഞാൻ പറഞ്ഞു, ആ നല്ല രസമുണ്ട്. ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്, ഇവിടെ നിൽക്കാനൊക്കെ ഒരു ഫീലുണ്ട് കേട്ടോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അപർണ ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കയ്യിലൊന്ന് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അപർണ ചേച്ചി എന്നെയും കൊണ്ട് ആ ഒരു കടലിലേക്ക് നടന്നു. ഇതൊരു അടിപൊളി ഒരു രസമുണ്ട് അല്ലേ എന്നിങ്ങനെ അപർണ ചേച്ചി എന്നെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ആ ഒരു സമയത്ത് നിലാവിനെ നോക്കി ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയിരുന്നു. ഒരു പ്രത്യേക കാഴ്ചകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അപർണ ചേച്ചിയുടെയും എൻ്റെ ഒരു കഥ ഏകദേശം ഒരു ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കാർക്കും ഈ ഒരു കഥ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു അടുത്ത ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഭാഗം 2 എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.